Hi, how are you? So I hope you have watched the last video, which was "Don't Come to Ireland" before watching the last video. So in this video, ഞാൻ സംസാരിക്കുന്ന അക്കോമഡേഷനെ പറ്റിയാണ്. അയർലൻഡിലെ അക്കോമഡേഷൻ. ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ഡബ്ലിൻ 1 ആണ്. ഡബ്ലിൻ 1 എന്ന് പറഞ്ഞാൽ സിറ്റി സെൻറ്ററാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് ഭയങ്കര കോർ സെൻറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മൗണ്ട് ജോയ് സ്ക്വയർ. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വീട് എങ്ങനെ കിട്ടി, എങ്ങനെ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാം, അതാണ് ഒരു ടാസ്ക്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള സോഴ്സ് ഉണ്ട്. ലൈക്ക് ഡാഫ്റ്റ്.ഐ ആണ് നമുക്ക് വീട് എടുക്കണമെങ്കിൽ. പിന്നെ ഷെയർഡ് ആയിട്ട് വേണമെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. പിന്നെ കുറേ അക്കോമഡേഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. അയർലൻഡ് അക്കോമഡേഷൻ ഗ്രൂപ്പ്സ്, അങ്ങനെ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൻ്റെ ലിങ്ക് ഞാൻ തരാം ഈ ഡിസ്ക്രിപ്ഷനിൽ. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ അക്കോമഡേഷൻ അവൈലബിൾ ആണെന്നുള്ള ഇന്ത്യൻസ് ഇൻ അയർലൻഡ് അവർ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് അയക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഡാഫ്റ്റിൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കണമെങ്കിൽ ഇമെയിൽ അയക്കേണ്ടത്, റെസ്പോണ്ട് വരണമെങ്കിൽ എങ്ങനെ ഇമെയിൽ അയച്ചാൽ മാത്രമേ ഒരു റെസ്പോണ്ട് വരുത്തുള്ളൂ എന്നുള്ള രീതിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാം, പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ഇൻടേക്കാണ് പീക്ക് ടൈം. ആ സമയത്ത് അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് അക്കോമഡേഷൻ കിട്ടത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല, കിട്ടും. പക്ഷെ അല്ല, ഒരു ലക്കാണ്, ഫുള്ളും ലക്കിൻ്റെ കളിയാണ്. പിന്നെ ലക്കും നമ്മൾ കുറച്ച് വർക്കും കൂടെ ഇടണം. ഒട്ടും വർക്ക് ചെയ്യാതെ ലക്ക് മാത്രം കിട്ടുമെന്നുള്ള രീതിയിലിരിക്കല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഡാഫ്റ്റ്.ഐ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നല്ലൊരു പ്രോപ്പർട്ടി. അതിൽ ഇമെയിൽ അയക്കുമ്പം നിങ്ങൾ എത്ര പേരുണ്ട്, ഇപ്പം 2 bedroom ആണോ 1 bedroom ആണോ. 1 bedroom ഇവിടെ കുറവാണ്, കിട്ടും, ഇല്ലെന്നില്ല, കുറവാണ്. 2 bedroom നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡബ്ലിൻ സിറ്റി സെൻറ്ററിൽ ഒരു മാസം ഒരു 2 bedroom അപ്പാർട്ട്മെൻറ്റിന് മിനിമം 2,300-2,400 യൂറോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡബ്ലിൻ സിറ്റി സെൻറ്റർ. പിന്നെ ഔട്ട്സ്കേർട്സിലേക്ക് പോകുമ്പോൾ അത് കുറഞ്ഞോണ്ടേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം ഓൾ ഓവർ അയർലൻഡ് ഒരു സെയിം റെൻറ്റിൻ്റെ ഒരു രീതിയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി പ്രോപ്പർട്ടിക്ക് നല്ല ഡിമാൻഡുണ്ട്, നല്ല ഇപ്പം മേടിക്കാനായാലും പ്രോപ്പർട്ടി നല്ല എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുക. ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, 2 പേരുടെ സാലറി സ്ലിപ്പ് വേണം. ഒരാളുടെ സാലറി സ്ലിപ്പ് കൊണ്ട് പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് 60,000 യൂറോ കിട്ടുന്നെന്ന് വിചാരിച്ചോ, എന്നാലും നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരാളുടെ സാലറി വെച്ച്. അപ്പോൾ 60,000 യൂറോ ഒരു 30 ഒരു 60 അങ്ങനെ കാണുമ്പം ചാൻസസ് കൂടുതലാണ് കിട്ടാൻ. അപ്പം 2 പേരുടെ സാലറി സ്ലിപ്പ് വേണം. ടോട്ടൽ സാലറിയുടെ 40% താഴെ ആയിരിക്കണം. അതൊക്കെയാണ് അവർ നോക്കുന്നത്. അതൊക്കെ ഒരു ക്രൈറ്റീരിയ ആണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഇപ്പം ഷെയർഡ് അക്കോമഡേഷൻ ആണ്. ഇപ്പം സ്റ്റുഡൻസ് ആയിട്ട് വരുവാണെങ്കിൽ ഷെയർഡ് അക്കോമഡേഷന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും നോക്കുന്നത്. കാരണം അല്ലാതെ വീടെടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പുതിയതായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജോലിയില്ല, പാർട്ട് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീടെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3-4-5 പേര് ആൾക്കാർ ചേർന്ന്, എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചേർന്ന് നിങ്ങൾക്ക് ഒരു വീടെടുക്കാം. എല്ലാവരുടെ സാലറി സ്ലിപ്പ്, പാർട്ട് ടൈം ചെയ്യുന്ന സാലറി സ്ലിപ്പ്, 5-6 പേരുടെ സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ. പക്ഷേ മാക്സിമം അവർ അങ്ങനെ തരാൻ ചാൻസ് കുറവാണ്. കാരണം ഷെയർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഒരു മുറിയിൽ ഒരാളെന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ ഷെയർഡ് ആക്കുന്നതാണ്. കാരണം റെൻറ്റിൻ്റെ ഇത്ര ഇതായതുകൊണ്ട്, സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കുറയ്ക്കുകയാണ്. ഷെയർഡേ പറ്റത്തുള്ളൂ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ് ഇവിടെ. പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിലായിക്കോട്ടെ. അപ്പം കൂടുതലും ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വരുന്നത്. പക്ഷേ ഇപ്പം അവസ്ഥയുടെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ പോയി കാണുക. നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കൂടുതലും അക്കോമഡേഷൻ ഐറിഷുകാരുടെ അക്കോമഡേഷനിൽ കയറാൻ നോക്കുക. കാരണം അവരുടെ കൾച്ചറുമായിട്ട് നമുക്ക് ബ്ലെൻഡ് ആവാൻ പറ്റും. ഈ ഇവിടെ വന്നിട്ട് ഇന്ത്യക്കാരുടെ കൂടെ തന്നെ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് വേറെ നാഷണാലിറ്റിയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അപ്പം ഓരോരോ രീതികൾ മനസ്സിലാവും. മെയിൽ അയക്കുന്ന രീതി, ഡാഫ്റ്റിൽ കയറുക, നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഞാനും എൻ്റെ ഭാര്യയും
കുഞ്ഞുണ്ട്, ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളായിട്ടുള്ള രീതിയിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതെടുത്ത് കോപ്പി ചെയ്ത് ChatGPT ഇടുക. എന്നിട്ട് പറയുക റൈറ്റ് ആൻഡ് ഷോർട്ട് ഇമെയിൽ ടു ദ ലാൻഡ് ലോഡ് ടു ഗെറ്റ് മീ ആൻ അക്കോമഡേഷൻ എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇടുക. എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് അപ്പം ChatGPT നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് തരും. ആ മെസ്സേജ് ഡയറക്റ്റ്ലി എടുത്ത് കോപ്പി ചെയ്യുക ഈ ഇമെയിലിലേക്ക്. എന്നിട്ട് അവർ പറയുന്നത് പെറ്റ്സിനെ മാക്സിമം ഇല്ല എന്നുള്ളത്, നോൺ സ്മോക്കേഴ്സിനെയാണ് അവർ കൂടുതൽ നോക്കുന്നത്, പെറ്റ് വേണ്ട അങ്ങനെയൊക്കെയാണ്. എല്ലാവരും നോനോ അടിച്ചു വിട്ടാൽ മതി, ആരും അത് പിന്നെ ചോദിക്കാം. നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്തിപ്പോലും നോക്കത്തില്ല. പിന്നെ കൂടുതൽ ഏജൻസികളാണെങ്കിൽ ഒട്ടും നിങ്ങളുടെ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യത്തേയില്ല. ഏജൻസി ആണെങ്കിൽ ലൈക്ക് റേ കുക്ക്, ഷെറി ഫിറ്റ്സ്ജെറാൾഡ്, കുറേ ഉണ്ട് ഏജൻസീസ്. അപ്പം ഹോണലി അങ്ങനെ കുറേ ഏജൻസീസൊക്കെ ഉണ്ട്. ആ ഏജൻസീസിൽ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസീസാണ് ഞാനിപ്പം പറഞ്ഞത്. ആ ഏജൻസികൾക്ക് ഇപ്പം അപ്ലൈ ചെയ്യണേ അവരൊരു വ്യൂയിങ് വെക്കും. ഡബ്ലിനിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്യൂയിങ് വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ വീടാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന വീടിന് 84 വ്യൂയിങ്സ് ഉണ്ടായിരുന്നു. 84 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് 84 ആൾക്കാർ. അതിന് നമ്മളെയാണ് സെലക്ട് ചെയ്തത്. അത് ഞാൻ മെസ്സേജ് അയച്ചതും പിന്നെ കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അതിൽ. അതാണ് വീട് കിട്ടാൻ കാരണം. പിന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അവരൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് അവർ പറയും എന്തുവാ താല്പര്യം ഇല്ലെങ്കിൽ അവർ പറയുന്ന ഡയലോഗ് ഇതാണ്, ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്, ദ ലാൻഡ് ലോഡ് വിൽ ഡിസൈഡ്, വിൽ സെൻഡ് ഇറ്റ് ടു ലാൻഡ് ലോഡ്. ഇവരുടെയും കൂടെ റെഫറൻസ് ഉണ്ടെങ്കിൽ ഈ പയ്യൻ എങ്ങനെയുണ്ട്, ഈ ആൾ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ റെഫറൻസ് ചോദിക്കും. അപ്പം കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് ബേബി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് റിജക്റ്റ് ചെയ്തായിരുന്നു എന്നെ. കുറേ വീടുകൾ ഞാൻ പോയി നോക്കി, ബേബി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ബേബി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീട് ഞാൻ കൂടുതലും വ്യൂയിങ് കിട്ടിയത് ഔട്ട്സ്കേർട്സിലാണ്. പക്ഷേ എനിക്ക് ആഗ്രഹപ്രകാരം എനിക്ക് കിട്ടിയത് സിറ്റി സെൻറ്ററിലാണ്, ഡബ്ലിൻ 1-ലാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയുണ്ടെങ്കിൽ ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ. ഈ വീട് എങ്ങനെയുണ്ട്? ചെറിയ വീടാണ്, ടൈനി ക്യൂനി ഒരു വീടാണ്. പക്ഷെ റെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് കുറവാണ്. ടൈനി വീടാണ്, സിറ്റി സെൻറ്ററിലാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റെൻ്റാണ്. ബിൽഡിങ് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ബിൽഡിംഗ് ആണ്, ഭയങ്കര സെക്യൂരിറ്റി സംഭവമൊക്കെയാണ്. 3-4 ഡോറൊക്കെ ഉണ്ട് കീ വെച്ച് തുറക്കാൻ, അങ്ങനെ അകത്ത് കയറാൻ പറ്റുമോ? പക്ഷേ കൊള്ളാം, സേഫ്റ്റി, ഫാമിലിക്ക് താമസിക്കാൻ, സിറ്റി സെൻറ്ററിൽ സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ്. അടുത്തൊരു ഹോം ടൂർ ഉടനെ ചെയ്യുന്നതായിരിക്കും എൻ്റെ വൈഫ്. സ്റ്റേ ട്യൂൺഡ്.